വിചാരണ നടക്കുമ്പം പൂർണ്ണമായിട്ട് കാര്യങ്ങൾ വെളിച്ചത്ത് വരും. ഇന്ന് തെരഞ്ഞെടുപ്പിൻ്റെ ദിവസമായതുകൊണ്ട് ഈ ക്രിമിനലുകളെ പിന്താങ്ങിയാലാണ് വോട്ട് കിട്ടുക എന്ന് KPCC പ്രസിഡന്റ് വിചാരിച്ചോന്ന് അറിയില്ല. ഒരല്പം മനസാക്ഷിയുള്ളവരാരും ഈ ക്രിമിനലിസത്തിനെ പിന്താങ്ങില്ല. അത്രമാത്രം ക്രൂരമായിട്ടുള്ള അതിക്രമങ്ങളാണ് ഈ പെൺകുട്ടികൾ നേരിട്ടത്. അത് എല്ലാ കാര്യവും വെളിയിൽ വരും. എല്ലാ കാര്യവും ഇങ്ങനെ ഒളിപ്പിച്ച് എല്ലാ കാര്യവും കാലത്തും നടക്കാൻ പറ്റില്ലല്ലോ. അതിജീവിതകൾക്ക് കൂടെ നിൽക്കേണ്ടുന്ന നമ്മുടെ നാട്ടിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളടക്കം ഈ കോൺഗ്രസ്, UDF ആ പെൺകുട്ടികളുടെ മാനത്തിന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല. പ്രതികളുടെ കൂടെ നിൽക്കാൻ ഇപ്പോൾ താല്പര്യപ്പെടുകയാണ്. എന്ത് മനോഭാവമാണെന്ന് പറയാൻ സാധിക്കില്ല. ഏതായാലും ഇങ്ങനെ പെൺകുട്ടികളെ പീഡിപ്പിച്ച് ക്രിമിനൽ സ്വഭാവവും കൊണ്ട് നടക്കുന്ന ആളുകൾ പിടിയിലകപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഞങ്ങൾക്കില്ല. അതിൻ്റെ തെളിവുകളെല്ലാം പുറത്തു വരുമ്പോൾ കൂടുതൽ വ്യക്തമാകും ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്തുമാത്രം ക്രൂരമായ അതിക്രമങ്ങളാണ് ഈ പെൺകുട്ടികൾക്ക് നേരെ നടത്തിയത് എന്നത്. ഇതിൽ കോടതിയും ആ രീതിയിൽ തന്നെ ഈ രണ്ടാമത്തെ പരാതിയിൽ ഒരു ബലാത്സംഗത്തിൻ്റെ കാര്യങ്ങളൊന്നും അതിൽ കാണുന്നില്ല. ഈ പരാതി നൽകാൻ വൈകി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു രാഷ്ട്രീയ ഇതുണ്ടോ എന്നൊക്കെ ഒരു സംശയം. ഇതിൽ ആരാണ് കോടതി അങ്ങനെ പറഞ്ഞു എന്ന് ആരാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. പൂർണ്ണമായിട്ടും തെളിവെടുപ്പ് കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. രണ്ടാമത്തെ പരാതിയിലുള്ള പൂർണ്ണമായ തെളിവെടുപ്പ് കഴിയുന്നതിന് മുമ്പേ കോടതി അങ്ങനെ ഒരു അഭിപ്രായം പറയുമോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പറഞ്ഞു എന്നുള്ളത് എങ്ങനെയാണ് ഈ കോടതി ഈ കാര്യങ്ങൾ പുറത്തു വരിക, കോടതിയിൽ പറയുന്ന കാര്യങ്ങൾ? അതുകൊണ്ട് അതിൽ എനിക്ക് സംശയമുണ്ട്. എന്തായാലും ആ പരാതിയിലും അതിക്രൂരമായിട്ടുള്ള ആക്രമണമാണ് നേരിട്ടത് എന്ന കാര്യം പുറത്തു വരാനുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് ഇത് തെരഞ്ഞെടുപ്പിൽ സ്ത്രീ വോട്ടർമാർ, വനിതാ വോട്ടർമാരെ സ്വാധീനിക്കുന്ന ഒരു ഘടകമായി? അതിനെന്താ സംശയം? ഈ കേരളത്തിലെ സ്ത്രീ സമൂഹം ആക്രമിക്കപ്പെടുന്ന പെൺകുട്ടികളുടെ കൂടെയാണ്. നമ്മുടെ എല്ലാം വീട്ടിൽ പെൺകുട്ടികളുണ്ട്. നമ്മുടെ എല്ലാം വീട്ടിൽ സഹോദരിമാരും അമ്മമാരും സഹോദരിമാരും ഒക്കെയുണ്ട്. അപ്പോൾ സ്ത്രീകൾ മാത്രമല്ല, അല്പം മനസാക്ഷിയുള്ള പുരുഷന്മാരും സ്ത്രീകളും അടങ്ങിയ സമൂഹം അതിക്രമികൾക്കെതിരെ നിൽക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവും തോന്നുന്നില്ല. ഈ PT കുഞ്ഞുമുഹമ്മദിനെതിരെയും ഇത്തരത്തിലുള്ള ഒരു പരാതി ഇപ്പോൾ വന്നിട്ടുണ്ട്, കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ പീഡന കേസുകളിലും സമാനമായ രീതിയിൽ തന്നെ പോലീസ് ഒരു ഇടപെടൽ നടത്തേണ്ടതും ശക്തമായ നടപടി സ്വീകരിക്കേണ്ടതും അല്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ കാര്യങ്ങളും അന്വേഷിക്കും. അത് ഇന്നയാളെന്നില്ല, ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരെന്നില്ല. ശരിയായ പരാതിയാണെങ്കിൽ ഏത് കുറ്റവാളിയും ശിക്ഷിക്കപ്പെടും. LDF ഇത്തരം കാര്യങ്ങളിൽ ആരുടെ കൂടെയും നിൽക്കില്ല. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ ഇന്നയാളെന്ന് നോക്കിയിട്ടൊന്നുമല്ല നടപടിയെടുക്കുന്നത്. പരാതിയിൽ കഴമ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ശിക്ഷാ നടപടികൾ സ്വീകരിക്കും. എല്ലാവരും കൂടെ അല്ല, ഒരാൾ. സ്ത്രീലമ്പടന്മാരുടെ ലൈംഗിക വൈകൃതങ്ങളുടെ അതിക്രമമാണ്, ആ കുറ്റകൃത്യത്തെയാണ് കോൺഗ്രസ് ന്യായീകരിക്കുന്നത് എന്ന് പറയുകയും മാത്രമല്ല ഈ കേട്ടതിനേക്കാൾ വലിയ ഭീകരമായ സംഭവങ്ങൾ പുറത്തു വരാനുണ്ട് എന്നുകൂടി മുഖ്യമന്ത്രി പറയാം. കാരണം ടീച്ചർ ഈ മഹിളാ അസോസിയേഷൻ പ്രവർത്തനങ്ങളെയും നിരവധി ഈ ഇരകൾ പോലും ടീച്ചറോട് സംസാരിക്കാറുള്ളതാണ്. അത് എത്രമാത്രം ക്രൂരമായ വിവരങ്ങൾ പുറത്തു വരാനുണ്ട്? എൻ്റെ അഭിപ്രായം അത് തന്നെയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങനെ എന്തെങ്കിലും വാക്ക് പറയുന്ന ഒരാളല്ല കേരളത്തിൽ. പിണറായി എല്ലാവർക്കും അറിയാം, ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയാണ്. ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കുറ്റം ചെയ്യുന്ന ആരുടെയും കൂടെ നിൽക്കില്ല എന്ന് മുഖ്യമന്ത്രി അസന്നിഗ്ധമായി പറയാറുണ്ട്. ആ പറയുന്ന കാര്യം ചെയ്യാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ അത്രയധികം ഭീകരമായ അതിക്രമമാണ് പെൺകുട്ടികൾ നേരിട്ടിട്ടുള്ളത് എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി സ്ത്രീലമ്പടന്മാരുടെ കൂടെ നിൽക്കാൻ പറ്റില്ല എന്ന വാക്ക് പ്രയോഗിച്ചിട്ടുള്ളത്. അതിൽ ഈ കേരളീയ സമൂഹത്തിന് ആശ്വാസമുണ്ട്. കേരളത്തിലെ അമ്മമാർക്കും സഹോദരിമാർക്കും എല്ലാം അതിൽ അനൽപമായ ആശ്വാസമുണ്ട്. കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുന്നു നമ്മുടെ പെൺമക്കളെ ആക്രമിക്കുന്നവരുടെ കൂടെ നിൽക്കില്ല, അതിനെതിരെയാണ് ഈ ഗവൺമെൻറ് എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുന്നു. ഒരുപാട് അമ്മമാരും ഒരുപാട് സഹോദരങ്ങളും പുരുഷന്മാരടങ്ങിയ സമൂഹം അതിൽ ആശ്വാസം കണ്ടെത്തുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒരാൾ പറയുവാനെ അതെ, അവർക്കെന്താ പറഞ്ഞുവിടാത്തത്? കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ കേരളത്തിലുണ്ടായിട്ടുള്ള വികസനം എല്ലാവരുടെ കൺമുമ്പിലുള്ളതാണ്. ജനജീവിതത്തിൽ എത്ര മാറ്റമുണ്ടായി നോക്കൂ. പല സംസ്ഥാനങ്ങളിലും കോവിഡാനന്തരം ജനങ്ങളുടെ ജീവിതം വലിയ തോതിൽ പിന്നോക്കാവസ്ഥയിലേക്ക് പോയപ്പോൾ, അതിദരിദ്രരുടെ എണ്ണം പെരുകിയപ്പോൾ ഈ കേരളം അതിദരിദ്രരില്ലാതാകാനുള്ള അവരുടെ ബുദ്ധിമുട്ട് പരിഹരിക്കാനുള്ള നടപടികൾ ആസൂത്രണം ചെയ്ത ഗവൺമെൻറ്റാണ്. കമ്മ്യൂണിസ്റ്റോ ഇടതുപക്ഷമോ ഒന്നും അല്ലാത്ത ഒരുപാട് ആളുകൾ ഈ സമൂഹത്തിലുള്ള സാമൂഹ്യ ആചാര്യന്മാരെല്ലാം ധനതത്വശാസ്ത്രജ്ഞന്മാരടക്കം
അത്ഭുതത്തോടെ അത് നോക്കിക്കണ്ടു. എങ്ങനെയാണ് ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി എക്സ്ട്രീം പോവർട്ടി പരിഹരിക്കാനുള്ള സമീപനം ഇടതുപക്ഷം സ്വീകരിച്ചത്? ചില IAS ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർക്കായിരുന്നു അത്. വെറുതെ വർത്തമാനം പറയലല്ല, ആ കുടുംബങ്ങളെ കണ്ടെത്തി അവരുടെ ജീവിത സാഹചര്യങ്ങൾ പരിശോധിച്ച് ആ കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കാനുള്ള നടപടി സ്വീകരിച്ചു. ഒരു ഭാഗത്ത് ഏറ്റവും താഴെ തട്ടിലുള്ള ആളുകളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക, അതേസമയത്ത് വൻകിട പദ്ധതികളടക്കം നടപ്പിലാക്കിക്കൊണ്ട് കേരളത്തിൽ പഠിച്ചു വളർന്നു വരുന്ന ചെറുപ്പക്കാരുടെ എല്ലാം തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനും കേരളത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള സമീപനം സ്വീകരിക്കുക. വിഴിഞ്ഞം പോർട്ടും മെട്രോയും വാട്ടർ മെട്രോയും മലയോര ഹൈവേയും തീരദേശ ഹൈവേയും വ്യവസായ ഇടനാഴിയും ഒരുപാട് വ്യവസായ വകുപ്പിൻ്റെ കീഴിൽ ആരംഭിച്ചിട്ടുള്ള വ്യവസായ സംരംഭങ്ങളും ഇതെല്ലാം ഈ കേരളത്തിൽ 10 കൊല്ലത്തിനുള്ളിൽ ഉണ്ടായിട്ടുള്ളത് വലിയ നേട്ടമാണ്. അതിൻ്റെ ഗുണഫലം അനുഭവിക്കുന്ന ഒട്ടേറെ ചെറുപ്പക്കാരിവിടെയുണ്ട്. ഇനി ചെറുപ്പക്കാർക്ക് ജോലി കണ്ടെത്തി കൊടുക്കാനുള്ള കണക്ട് വർക്ക് സ്കോളർഷിപ്പ് വളരെ പാവപ്പെട്ട കുടുംബത്തിലുള്ളവർക്ക്, സാമ്പത്തിക ശേഷിയുള്ളവർക്ക് ആ മുതൽ മുടക്കുമ്പോൾ എവിടെ ചെയ്യണം, എന്ത് സംരംഭം തുടങ്ങണം, അതിന് സഹായിക്കുന്ന തൊഴിൽ കണ്ടെത്തി കൊടുക്കാനുള്ള വിജ്ഞാന കേരളം പദ്ധതി, ഇതെല്ലാം ഈ കേരളത്തിൽ അങ്ങനെ കണ്ണടച്ചിരുട്ടാക്കാൻ പറ്റുമോ? അതിൻ്റെ ഗുണഫലം അനുഭവിക്കുന്ന എത്രയോ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ പറയുന്നു ഈ ഗവൺമെൻറ് തുടരണം, ഈ ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികൾ തുടരണം. അവർക്കൊന്നും വേറെ കക്ഷി രാഷ്ട്രീയമല്ല, അവർ പറയുന്നത് ജീവിക്കാൻ സഹായിക്കുന്ന ഈ ഗവൺമെൻറ് തുടരണമെന്നാണ്. പാവപ്പെട്ട സ്ത്രീകൾ പറയുന്നു, പാവപ്പെട്ട പെൻഷനേഴ്സ് പറയുന്നു, പുരുഷന്മാരടക്കം 2000 രൂപ പെൻഷൻ കയ്യിൽ കിട്ടുമ്പോൾ അതിൻ്റെ ആശ്വാസമുണ്ട്. അവർ പറയുന്നു ഞങ്ങളുടെ കുടുംബം സുസ്ഥിരമാക്കുന്ന, ഞങ്ങളുടെ ദാരിദ്ര്യം പരിഹരിക്കുന്ന ഈ ഗവൺമെൻറ്റിനോടൊപ്പമാണ് ഞങ്ങളെന്ന്. അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അപ്പോൾ പുറകിലാണോ മുന്നിലാണോ എന്ന് നിങ്ങൾ മാധ്യമങ്ങളൊരു സർവേ നടത്ത്. എന്തോ ഒരു വലിയ മാറ്റം കേരളത്തിലുണ്ടായി. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, കോൺഗ്രസിന് 4/3 ഭൂരിപക്ഷത്തിന് ഭരിക്കാൻ അവസരം കിട്ടിയിട്ടുള്ള സംസ്ഥാനമല്ലേ ഉത്തർപ്രദേശ്, ബീഹാർ, മധ്യപ്രദേശ്? അവിടുത്തെ എല്ലാം ഗ്രാമങ്ങളുടെ ചിത്രം കണ്ടോ? ഇതേ നിങ്ങൾ മാതൃഭൂമിയുടെ 2 ചെറുപ്പക്കാർ വോട്ടർ സൈക്കിൾ ഡയറി പറഞ്ഞിട്ട് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ അവിടുത്തെ ഗ്രാമത്തിൽ പോയല്ലോ, ഞാൻ കണ്ടു ആ യൂട്യൂബ്. എന്താ അവിടുത്തെ സ്ഥിതി ആ ഗ്രാമത്തിൻ്റെ? ഞാനതൊന്നും ഇവിടെ വിശദീകരിക്കുന്നില്ല. എന്നാൽ കേരളത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലം അതുപോലെ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് വെളിമ്പ്രദേശത്ത് മലവിസർജനം ചെയ്ത് മൂക്ക് പൊത്തിയിട്ട് പോകേണ്ടുന്നൊരു ഗ്രാമമുണ്ട് ഇവിടെ? നിങ്ങൾ ആലോചിക്കൂ. അതാണ് കേരളത്തിൻ്റെ മാറ്റം. ആ മാറ്റത്തിൽ കോൺഗ്രസിനൊരു പങ്കുമില്ല. ഉണ്ടെങ്കിൽ അവർക്ക് വലിയ ഭൂരിപക്ഷത്തിൽ ഭരിക്കാൻ കിട്ടിയ സമയത്ത് ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളും അങ്ങനെ ആക്കി മാറ്റാൻ സാധിക്കുമായിരുന്നു കോൺഗ്രസ്സിന്. കോൺഗ്രസ് അത് ചെയ്തില്ല എന്നുള്ളതാണ് നമ്മുടെ പരാതി. BJPയും ചെയ്യുന്നില്ല, അതാണ് പരാതി. സ്വന്തക്കാരുടെ കാര്യങ്ങൾ വരുമ്പോൾ സർക്കാരിന് മറ്റൊരു ഇരട്ട നീതിയാണെന്നാണ് പ്രതിപക്ഷം. ഒരിക്കലും ഇല്ല. ഞാൻ പറഞ്ഞ ഈ PT കുഞ്ഞുമുതൽ കേസിനകത്ത് 13 ദിവസം വൈകിയാണ് സർക്കാർ കേസെടുത്തത്. ആദ്യമൊക്കെ രക്ഷിക്കാനാണ് ശ്രമിച്ചത്. പ്രതിപക്ഷം വീണ്ടും പറയുന്നു ഈ മന്ത്രിസഭയ്ക്കകത്ത് ലൈംഗിക അതിക്രമം കേസുകൾ നേരിടുന്ന ആളുകളുണ്ട്, MLA മാരുണ്ട്, ഇതിനകത്തൊക്കെ ഒരു നീതിയും ഈ രാഹുലിന്റെ കേസിനകത്ത് വരുമ്പോൾ മാത്രം മറ്റൊരു രീതി ഒരിക്കലും ഇല്ല. രാഹുലിൻ്റെ കേസിൽ ഞങ്ങളാരെങ്കിലും വളരെ പെട്ടെന്ന് കേട്ട ഉടനെ പോയി രാഹുലിനെ പിടികൂടി ജയിലിലടക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നോ? പരാതി കിട്ടും. ആ പരാതി കിട്ടുമ്പോൾ അതിനകത്ത് വ്യക്തമായിട്ടുള്ള കുറ്റമുണ്ടെന്ന് കണ്ടെത്തുമ്പോൾ ആ കേസിൻ്റെ പിന്നാലെ പോകും. രാഹുലിൻ്റെ കേസിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ എന്തെങ്കിലും തിടുക്കം കാണിച്ചോ? യഥാർത്ഥ പരാതിക്കാരിയായ പെൺകുട്ടി വന്നിട്ട് പറഞ്ഞപ്പോഴല്ലേ ഇടപെട്ടിട്ടുള്ളൂ. അങ്ങനെ എല്ലാ കേസിലും നിങ്ങൾക്കൊന്നും ഒരു സംശയവും വേണ്ട. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും കേരളത്തിൻ്റെ ഗവൺമെൻറ്റും ഞങ്ങൾ ഓരോരുത്തരും മെറിറ്റ് നോക്കിയിട്ട് തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുക. പരാതി ശരിയായി കിട്ടുമ്പോൾ അന്വേഷിക്കും, അറസ്റ്റ് ചെയ്യേണ്ട ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യും, കേസ് കോടതിയിൽ സമർപ്പിക്കേണ്ട സമയത്ത് സമർപ്പിക്കും. അത് രാഹുലെന്നോ വേറെ ആരെന്നോ എന്നുള്ള വ്യത്യാസമൊന്നും നമുക്കില്ല. പക്ഷേ കുറ്റത്തിൻ്റെ ഗ്രാവിറ്റി കുറക്കാൻ വേണ്ടി മറ്റൊരാളുടെ പേര് കൂട്ടി പറയേണ്ട കാര്യം ഇവിടെ ഇല്ല. അത്രയും വലിയ കുറ്റകൃത്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സംഘവും ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ മനസ്സിലായിട്ടുണ്ട്. ഇരകളുടെ ഒരു വേദന, അവരുടെ ഒരു ആശങ്ക, അവരുടെയൊക്കെ ദൃശ്യങ്ങളൊക്കെ രാഹുലിന്റെ കയ്യിലുണ്ട്. അപ്പൊ അവരുടെ ഒരാളുടെ അല്ല, അങ്ങനെ നിരവധി പേര്. അതുകൊണ്ട് അവരുടെയൊക്കെ ജീവിതം തന്നെ ആശങ്കയിലാണ്. അതുകൊണ്ട് പോലീസ് അടിയന്തരമായി ഇതൊക്കെ കണ്ടെടുക്കണം എന്നുള്ളതാണ്. പോലീസ് അത്തരത്തിലൊരു ആക്ഷനിലേക്ക് കടക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും. കാരണം പരാതി പറയുന്നില്ല എന്ന് പറയുമ്പം ഭീഷണിപ്പെടുത്തലുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പെൺകുട്ടികളെ കുന്നുകളിൽ ഭീഷണിപ്പെടുത്തുകയാണ്. റിനി ആൻ ജോർജിൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് ബൈക്കിൽ പോയിട്ട് പരാതി പറഞ്ഞാൽ കൊന്നുകളയെന്ന് പറഞ്ഞല്ലോ. എങ്ങനെയാണ് പെൺകുട്ടികൾ പരാതി പറയുക? അവരെക്കുറിച്ച് വേണ്ടാത്തത് പ്രചരിപ്പിക്കുക. ഒരു ക്രിമിനൽ സൈബർ സംഘമുണ്ട്. അത് ഇന്നയാൾക്കൊന്നൊന്നുമില്ല. ഞങ്ങൾക്കൊക്കെ എതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്തൊക്കെയാണ് വരുന്നത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പാലത്തായി കേസിൽ ആ കൊച്ചു പെൺകുട്ടിയെ
ആക്രമിച്ച പ്രതിയെ ശിക്ഷിക്കുന്നതിന് വേണ്ടി ആ കുടുംബത്തിൻ്റെ കൂടെ നിന്ന് ഇടപെട്ട ഒരാളാണ് ഞാൻ. അന്നത്തെ മന്ത്രിയും അവിടുത്തെ MLA-യും ആ പ്രതിയെ ശിക്ഷിച്ചു, വളരെ ഗൗരവമായിട്ടുള്ള ശിക്ഷ കിട്ടി. എന്നിട്ട് ഇപ്പോഴും എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ അടിയിൽ ഈ ക്രിമിനൽ സംഘം എന്താ ഇടുന്നത്? പാലത്തായിലെ പെൺകുട്ടിയെ ഓർമ്മയുണ്ടോ? ആ പെൺകുട്ടിയെ ആക്രമിച്ച അയാളെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്നിട്ട് കൊടുക്കുന്നില്ലേ? ധാർമ്മികത എന്തെങ്കിലും ഉണ്ടോ ഇവർക്ക്? പക്ഷെ ആ കുടുംബം അങ്ങനെ പറയില്ല. പക്ഷെ അതിനകത്ത് ആ കോടതി വിധിക്കകത്ത് അതായത് ഈ കുട്ടികൾക്ക് ഭീഷണിയാവുന്ന ഡിജിറ്റൽ ദൃശ്യങ്ങളും മറ്റും രാഹുലിന്റെയും സംഘത്തിന്റെയും കയ്യിലുണ്ട് എന്നുള്ള ആശങ്ക ആ ഇരകൾ പങ്കുവയ്ക്കുന്നുണ്ട്. മാത്രമല്ല കൂടുതൽ പരാതി വരാതിരിക്കാൻ ടീച്ചർ പറഞ്ഞ പോലെ. അപ്പൊ അതൊന്നും പിടിച്ചെടുക്കേണ്ടതില്ല. പോലീസ് ഗൗരവമായ കാര്യം ചിന്തിക്കണം. കാരണം അത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഗൗരവമായ അന്വേഷണം നടക്കുമെന്ന്. ആ പെൺകുട്ടികൾ വലിയ തോതിലുള്ള ഭീഷണിക്ക് വിധേയരാവുകയാണ്. അവർക്ക് ഭയമില്ലാതെ പരാതി പറയാനുള്ള സന്ദർഭം ഉണ്ടാക്കണം, അവരുടെ സംരക്ഷണം കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഞാനത് പറയാം. കേസിനകത്ത് ഒരു പരാമർശവും എനിക്കെതിരായിട്ടില്ല. അതിനകത്ത് വ്യക്തമായി പറഞ്ഞത് ഈ കൗൺസിലർമാർ കുറച്ച് ചില ചോദ്യങ്ങൾ ചോദിച്ചതിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് ആ നടപടി പെൻഡിങ് ആണ്. ആ നടപടി ഇപ്പോൾ എടുത്തു. അത് ചോദിച്ചത് അന്വേഷണമെല്ലാം നടക്കണം. അത്രേ തെറ്റുണ്ടോയെന്നൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ ആ സമയത്ത് പറ്റില്ല. ഇത് സീൽഡ് പേപ്പറിൽ കൊടുക്കുന്നതല്ലേ തെളിവ്. അപ്പോൾ അത് എനിക്കും കാണാൻ പറ്റില്ല, വേറെ ആയിരിക്കും കാണാൻ പറ്റില്ല. കോടതി ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ആ വിധിക്കകത്തുണ്ട്. ടീച്ചർ വന്നിരുന്നു, എന്നെ ആശ്വസിപ്പിച്ചിരുന്നു, നന്നായിട്ട് പഠിക്കാൻ പറഞ്ഞിരുന്നു എന്നൊക്കെ ആ കുട്ടി പറഞ്ഞിരുന്നു. അതൊക്കെ കോടതി വിധിക്കകത്തുണ്ട്. അങ്ങനെയല്ല ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. മന്ത്രിക്ക് പരാതി നൽകിയ അമ്മ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അപ്രോപ്രിയേറ്റ് ആക്ഷൻ എടുത്തിട്ടുണ്ടാകും എന്നാണ് പറയുന്നത്. പക്ഷെ എടുത്തിട്ടില്ലായിരുന്നില്ല. അല്ലല്ല, എടുക്കാൻ പറ്റില്ലെന്നായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരു കേസിൻ്റെ തെളിവ്, കൗൺസിലേഴ്സിൻ്റെ തെളിവ് സീൽഡ് ആയിട്ട് കോടതി കൊടുക്കുന്നതാ. കോടതി വിധി പറയുമ്പോഴേ അത് പരസ്യമായിട്ട് വരുള്ളൂ. അപ്പോൾ കോടതിയും പറഞ്ഞിട്ടില്ല എടുക്കാത്തത് തെറ്റാണെന്നോ കുറ്റകരമായ അനാസ്ഥയൊന്നും കോടതി പറഞ്ഞിട്ടില്ലല്ലോ. അതിനകത്ത് കോടതി എന്താ പറഞ്ഞത്? ഇത് ഒന്ന് പെൻഡിങ് ഉണ്ട്, അത് നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ്. ഉണ്ടായി കേസിൻ്റെ വിധി വന്നപ്പോൾ അതിലൊന്നും പറഞ്ഞിട്ടില്ല. അത് ഈ ക്രിമിനൽ സംഘം പ്രചരിപ്പിക്കുന്നതാണ്. നമുക്കതല്ല വിഷയം. ഇപ്പോൾ ഇവിടെ പച്ചക്ക് പെൺകുട്ടികളെ പിച്ച് ചീന്തിയ, വിവാഹ വാഗ്ദാനം ചെയ്ത് വിളിച്ചുകൊണ്ടുപോയി, നമുക്ക് കേട്ടാൽ വല്ലാത്ത മനസാക്ഷിക്ക് തന്നെ ഒരു പോറലേൽക്കുന്ന അതിക്രമം നടത്തിയവർ, അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അത് ഈ കേരളീയ സമൂഹം കാണുന്നുണ്ട്. UDF കൺവീനർ അതുപോലെ കഴിഞ്ഞ ദിവസം ഈ നടിയെ ആക്രമിച്ച കേസിലും ഒരു പരാമർശം നടത്തി, ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അതെ, നമ്മളെ ഈ രാഷ്ട്രീയ പ്രവർത്തകർ നിഷ്പക്ഷരായി നിന്ന് നീതി നടപ്പാക്കി കൊടുക്കേണ്ടവരാണ്. അത് UDF ആയാലും LDF ആയാലും. അതുകൊണ്ട് കൂടുതൽ ചായ്വ് ഏത് ഭാഗത്താണ്? അതിക്രമിക്കപ്പെട്ട പെൺകുട്ടികൾക്ക് നേരെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. അത് മനസ്സിലില്ലെങ്കിൽ ഇതുപോലുള്ള പരാമർശം ഉണ്ടാകും. അത്രേ ഉള്ളൂ. അത് എനിക്കങ്ങനെ അഭിപ്രായമില്ല. കേസ് അവസാനിച്ചിട്ടില്ല, അത് ഇനിയും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഇപ്പം നമ്മളൊരു അഭിപ്രായം പറയേണ്ട കാര്യമില്ല. എന്തായാലും ആ പെൺകുട്ടി ആക്രമിക്കപ്പെട്ടു എന്നും അവൾക്ക് ആക്രമിക്കപ്പെട്ട പ്രതികൾക്ക് ശിക്ഷ കിട്ടിയെന്ന് ഉറപ്പായല്ലോ. ഇനി ഇതിൻ്റെ മോട്ടീവ് എന്താണ്? അത് തീർന്നിട്ടില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ അതിലൊരു അഭിപ്രായം പറയേണ്ടതില്ല. ആർക്ക്? അതിജീവിതക്ക് പൂർണ്ണമായി നീതി ലഭിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. നീതി ലഭിച്ചതുകൊണ്ടല്ലേ ശിക്ഷിക്കപ്പെട്ടത്. ഇത്രയും പേര് ശിക്ഷിക്കപ്പെട്ടത് അതിക്രമം തെളിയിച്ചതുകൊണ്ടല്ലേ. അതാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം നിങ്ങളൊന്നും പറയുന്നില്ലേ? ഇന്നത്തെ ഒരു പ്രശ്നം, എനിക്ക് വോട്ടില്ല. മട്ടന്നൂർ ഇലക്ഷൻ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് വോട്ട് ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ രംഗത്ത് വളരെ സജീവമായിട്ട് ഞാൻ പ്രവർത്തിച്ചിരുന്നു. നല്ലൊരു മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ പഞ്ചായത്തുകളും കൂടുതൽ വാർഡുകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടും എന്നുള്ളതിൻ്റെ നല്ല സൂചനയാണ് ഞാൻ പോയ ജില്ലകളിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിച്ചത്. കണ്ണൂർ ജില്ലയിൽ വമ്പിച്ച വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടും. അത് ജനങ്ങൾ പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പിലാക്കിയ ക്ഷേമ പദ്ധതികളും വികസന പദ്ധതികളും ജനങ്ങൾ അംഗീകരിക്കുന്നത് കൊണ്ടാണ്. LDFൻ്റെ കൂടെ നിൽക്കാൻ കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വയനാട് പുനരധിവാസ മേഖലയിൽ കോൺഗ്രസ് കുടുംബങ്ങളടക്കം രാജിവെച്ച് ഇടതുപക്ഷത്തിൻ്റെ കൂടെ വന്നിരിക്കുക. കാരണം അവർക്ക് വിശ്വാസമുണ്ട് ഈ ഗവൺമെൻറ്റിനെ. പറഞ്ഞതേ ചെയ്യൂ, ചെയ്യാവുന്നതേ പറയൂ എന്ന് വെറുതെയല്ല ഞങ്ങളുടെ മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും പറയുന്നത്. ആ പറഞ്ഞത് കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന
ഈ LDFിൻ്റെ കൂടെ ഇത്തവണ കൂടുതൽ ആളുകൾ വരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും ചരിത്രപരമായിട്ടുള്ള വിജയം, വമ്പിച്ച വിജയം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൈക്കലാക്കും. ആ വിജയമുണ്ടായാൽ ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്നതിൻ്റെ എത്രയോ കൂടുതൽ കാര്യങ്ങൾ കൂടി ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. വിശ്വാസികൾ തിരിച്ചടിക്കും എന്ന് പറയുന്നുണ്ട്. വിശ്വാസികൾക്ക് വിശ്വാസം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്.